തണൽപ്പാടത്തെ ചിരി ഒന്നാം ഭാഗം. ക്യാമറ കണ്ണിലൂടെ. കോളേജ് പ്രൊജക്ടിന്റെ ഭാഗമായി രോഹൻ തണൽപ്പാടം എന്ന ഗ്രാമത്തിൽ വന്നിറങ്ങുമ്പോൾ ആ മനസ്സിൽ നിറയെ കാഴ്ചകളോടുള്ള അത്യാഗ്രഹമായിരുന്നു. അവന്റെ പ്രൊജക്ടിന്റെ പേര് ദി എക്സ്ട്രാഓർഡിനറി ഇൻ ദി ഓർഡിനറി എന്നാണെങ്കിലും രോഹൻ തേടിയത് ആ സാധാരണത്വത്തിനുള്ളിലെ തിളക്കമുള്ള ഒറ്റപ്പെട്ട അത്ഭുതങ്ങളെയായിരുന്നു. ഒരു ക്ലിക്കിൽ ലോകത്തെ ഞെട്ടിക്കാൻ പോകുന്ന ഒരൊറ്റ ഫോട്ടോ, അതായിരുന്നു അവന്റെ ലക്ഷ്യം. കഴുത്തിൽ തൂങ്ങിക്കിടക്കുന്ന പ്രൊഫഷണൽ DSLR ക്യാമറയും ലെൻസുകൾ നിറച്ച ഭാരമുള്ള ബാഗുമായി അവൻ ഗ്രാമത്തിന്റെ നടവഴികളിലൂടെ നടന്നു. ഗ്രാമം ശാന്തമായിരുന്നു. പക്ഷെ രോഹന്റെ കണ്ണുകൾക്ക് അവിടെയെല്ലാം പതിവ് കാഴ്ചകൾ മാത്രം. വരമ്പുകൾ, പുഴ, തെങ്ങിൻ തോപ്പുകൾ. ന്യൂസ് ചാനലുകളിലെ ഷോട്ടുകളോ ഇൻസ്റ്റഗ്രാം ഫീഡുകളിലെ മിന്നുന്ന ദൃശ്യങ്ങളോ അവനവിടെ കണ്ടില്ല. അവൻ നിരാശനായി. ഒരു ചായക്കടയുടെ മുന്നിലിരുന്ന് അവൻ കോഫി ഓർഡർ ചെയ്തു. കോഫിയല്ല, ഫ്രെയിമാണ് അവന് വേണ്ടത്. അങ്ങനെയൊരു വൈകുന്നേരം ചായക്കടയുടെ പിന്നിലെ ഊടുവഴിയിലൂടെ നടക്കുമ്പോഴാണ് രോഹൻ അവളെ കണ്ടത്. റോഡിന്റെ അരികിൽ അധികം ശ്രദ്ധിക്കപ്പെടാത്ത ഒരൊറ്റ മുറി ഷെഡിൽ അവൾ ചെടികൾ നനയ്ക്കുകയായിരുന്നു. നിറയെ പച്ചപ്പും പല വർണ്ണത്തിലുള്ള പൂക്കളും. അതൊരു സാധാരണ നഴ്സറിയോ പൂക്കടയോ ആയിരുന്നില്ല. അവിടുത്തെ ചെടികൾക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. അവയെല്ലാം അടുക്കും ചിട്ടയുമില്ലാതെ എന്നാൽ ഒരേ സ്നേഹത്തോടെ പരിപാലിക്കപ്പെട്ടിരുന്നു. അവൾ തലയുയർത്തി നോക്കി. ഇരുണ്ട ചർമ്മവും തിളക്കമുള്ള കണ്ണുകളും എണ്ണമയം മാറാത്ത മുടിയും. അവൾ ലീല, തണൽപ്പാടത്തെ ലീല. ഇവിടെ നല്ല ഫോട്ടോസ് കിട്ടുമോ? രോഹൻ യാന്ത്രികമായി ചോദിച്ചു, ക്യാമറ ഉയർത്തിക്കൊണ്ട്. അവൾ ചിരിച്ചു. ആ ചിരിയിൽ ഒരു നിഷ്കളങ്കതയുണ്ടായിരുന്നു. ഫോട്ടോയോ? ചെടികൾക്ക് പോസ് ചെയ്യാനറിയില്ല, പക്ഷെ കാണാനറിയാമെങ്കിൽ ഇവിടെ നിറയെ കാഴ്ചകളുണ്ട്. രണ്ടാം ഭാഗം. ലെൻസ് ഇല്ലാത്ത ലോകം. ലീലയുടെ വാക്കുകൾ രോഹനെ ആദ്യം അലോസരപ്പെടുത്തി. അവൻ ലെൻസ് മാറ്റി മാറ്റി പലതവണ ആ പൂക്കളും ഇലകളും ക്ലിക്ക് ചെയ്തു. മാക്രോ ലെൻസ് ഉപയോഗിച്ച് ഒരു പൂവിൽ വന്നിരുന്ന തുമ്പിയുടെ പടമെടുത്തപ്പോൾ അവൻ ആവേശത്തിലായി. ഇതാണ് എക്സ്ട്രാ ഓർഡിനറി. ലീല അവനെ നോക്കി നിന്നു. എന്നിട്ട് കൈകൊണ്ട് ഒരു തുളസിയിലയിലേക്ക് ചൂണ്ടി. ഈ ഇലയുടെ അറ്റത്തൊരു മഞ്ഞുതുള്ളി കണ്ടോ? സൂര്യൻ ഉദിച്ചു വരുമ്പോൾ അത് വജ്രം പോലെ തിളങ്ങും. അതിന് തുമ്പിയുടെ വർണ്ണമില്ല, പക്ഷേ അതിജീവനത്തിന്റെ ശാന്തമായ ഒരു സൗന്ദര്യമുണ്ട്. രോഹൻ തുളസിയിലയിലേക്ക് സൂക്ഷിച്ചു നോക്കി. ക്യാമറയുടെ ഡിസ്പ്ലേയിൽ മാത്രം കണ്ടിരുന്ന ലോകമല്ല അത്. വെറും കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ആ മഞ്ഞുതുള്ളിക്കൊരു പ്രത്യേക ഭാരവും തണുപ്പും അനുഭവപ്പെട്ടു. അടുത്ത ദിവസങ്ങളിൽ രോഹൻ വീണ്ടും ലീലയുടെ അരികിലെത്തി. ആ പഴയ ഷെഡിൽ അവളോടൊപ്പം ഇരുന്നു. അവന്റെ കയ്യിൽ ക്യാമറയുണ്ടെങ്കിലും അവൻ ക്ലിക്കുകൾ കുറച്ചു. നിങ്ങളെന്താ ഈ ചെടികളെല്ലാം ഒന്നിച്ചു വളർത്തുന്നത്? ഓരോന്നിനും അതിൻ്റെതായ ഇടം വേണ്ടേ? ഒരു ദിവസം രോഹൻ ചോദിച്ചു. ലീല കയ്യിലെ മണ്ണ് തട്ടിമാറ്റി. രോഹൻ, ഈ ലോകം ഒരൊറ്റ നഴ്സറിയാണ്. പ്ലാസ്റ്റിക് കവറുകളിൽ ഒറ്റപ്പെട്ടു വളർത്തുന്ന ചെടികൾക്ക് വേഗം വാടിപ്പോകാൻ തോന്നും. ഈ മണ്ണിനറിയാം അടുത്തുള്ള ചെടിക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ അത് പങ്കുവെക്കണമെന്ന്. ഇവിടെയെല്ലാം ഒന്നിച്ചു വളരുന്നു, അതാണതിൻ്റെ സന്തോഷം. അവളുടെ ഈ ലളിതമായ ദർശനം രോഹനെ ചിന്തിപ്പിച്ചു. അവൻ ഇതുവരെ തേടിയ ഏകാന്തമായ അത്ഭുതം ഒരു കള്ളമായിരുന്നു എന്ന് അവന് തോന്നി. സൗന്ദര്യം ഒറ്റപ്പെട്ട ഒന്നല്ല, അത് ചുറ്റുമുള്ള ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ലീല രോഹനെ തണൽപ്പാടത്തെ സൗന്ദര്യം കാണിച്ചു കൊടുത്തു. പാടവരമ്പിലെ ചളിയിൽ കാലുകൾ പൂണ്ടുപോകുന്നതിൻ്റെ ചിരി, മുത്തശ്ശി കഥകൾ പറയുന്ന ആൽമരം, കഞ്ഞിവെള്ളത്തിന്റെ മണമുള്ള രാവുകൾ, ഇടിമിന്നലിന്റെ വെളിച്ചത്തിൽ മാത്രം കാണാൻ കഴിയുന്ന പുഴയുടെ ഭംഗി. ഇതിനൊന്നും അവൻ ലെൻസ് ഉപയോഗിക്കേണ്ടി വന്നില്ല. അവളുടെ കൂടെയുള്ള ദിവസങ്ങൾ, മഴ പെയ്യുമ്പോൾ ഓലമേഞ്ഞ കടത്തെണ്ണയിലിരുന്ന് കുടിക്കുന്ന ചൂടുള്ള കട്ടൻ ചായ, അവൾ കുഞ്ഞിനെ പോലെ തലോടുന്ന മണി പ്ലാന്റുകൾ. അവൻ ശ്രദ്ധിച്ചു, ലീലയ്ക്ക് സംസാരിക്കാൻ പൂക്കളും ഇലകളും മതി. അവൾക്ക് അവിടെ വലിയ സ്വപ്നങ്ങളോ അത്യാഗ്രഹങ്ങളോ ഇല്ല. ആ നിമിഷത്തിലെ സന്തോഷം മാത്രമായിരുന്നു അവൾക്ക് പ്രധാനം. ആ ദിവസങ്ങളിൽ രോഹനെടുത്ത ഫോട്ടോകളിൽ തുമ്പികളോ മാക്രോ ഷോട്ടുകളോ ഉണ്ടായിരുന്നില്ല. പകരം അതിലുണ്ടായിരുന്നത് ലീലയുടെ കൈകളിൽ വെള്ളം തളിച്ചു കുളിക്കുന്ന ഒരു ചെടിയുടെ ഇല, മഴയിൽ കുതിർന്ന കളിമൺ ചായക്കോപ്പ, നനഞ്ഞ മണ്ണിൽ ലീലയുടെ കാൽപ്പാടുകൾ. എല്ലാം അവ്യക്തവും എന്നാൽ ആത്മാവുള്ളതുമായിരുന്നു. മൂന്നാം ഭാഗം. ചിരി മാഞ്ഞുപോകാത്ത ഫ്രെയിം. പ്രൊജക്റ്റ് പൂർത്തിയാക്കാനുള്ള സമയമെടുത്തു. രോഹൻ തന്റെ ശേഖരിച്ച ഫോട്ടോകളിലേക്ക് നോക്കി. അവ നല്ല ചിത്രങ്ങളായിരുന്നു, പക്ഷേ ആ ചിത്രങ്ങളെക്കാളും എത്രയോ വലുതായിരുന്നു തണൽപ്പാടത്തെ അനുഭവം. ക്യാമറയുടെ ഷട്ടർ സ്പീഡിനേക്കാൾ വേഗത്തിൽ അവന്റെ ഹൃദയം ലീലയോട് അടുത്തിരുന്നു.
അവസാന ദിവസം രോഹൻ ലീലയുടെ അടുത്തേക്ക് ചെന്നു. ഞാൻ തിരിച്ചു പോകുകയാണ് ലീല. ലീല തലയുയർത്തി നോക്കി. പതിവ് പോലെ അവളുടെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരിയുണ്ടായിരുന്നു, ദുഃഖമൊളിപ്പിച്ച ഒരു പുഞ്ചിരി. പോകും, എല്ലാവരും പോകും. പക്ഷെ ഇവിടെ നട്ട ചെടികൾ ഇവിടെ തന്നെ വളരും. രോഹൻ അവന്റെ ക്യാമറ ബാഗ് തറയിൽ വെച്ചു. അതിനുള്ളിൽ അവന്റെ പ്രിയപ്പെട്ട മാക്രോ ലെൻസ് ഉണ്ടായിരുന്നു. ഞാനിത് നിനക്ക് തരികയാണ്. എനിക്കിനി ഇതിന്റെ ആവശ്യമില്ല, രോഹൻ പറഞ്ഞു. ലീല സംശയത്തോടെ അവനെ നോക്കി. എന്തിനാ? ഇത്ര വിലപിടിച്ച സാധനമല്ലേ, എനിക്കിതൊന്നും ഉപയോഗിക്കാൻ അറിയില്ല. രോഹൻ ചിരിച്ചു. എനിക്കിവിടത്തെ സൗന്ദര്യം കാണാൻ ഇനി ലെൻസ് വേണ്ട. ക്യാമറയില്ലാതെ കാണുന്ന ഭംഗിയാണ് ഏറ്റവും വലുതെന്ന് നീ എന്നെ പഠിപ്പിച്ചു. എക്സ്ട്രാ ഓർഡിനറി എന്നത് ഒറ്റപ്പെട്ടു നിൽക്കുന്നതല്ല, ഓർഡിനറിയായ ഓരോ നിമിഷത്തിലും അത് നിറഞ്ഞു നിൽക്കുന്നു. ആ സത്യം ഞാൻ എന്നോടൊപ്പം കൊണ്ടുപോകും. അവൻ അവളുടെ കയ്യിൽ മൃദുവായി സ്പർശിച്ചു. ഞാനൊരു ഫോട്ടോ എടുക്കുന്നുണ്ട്, എൻ്റെ മനസ്സിൽ. ലീല വീണ്ടും ചിരിച്ചു. ഇത്തവണ അത് ദുഃഖം മറച്ചുവെച്ച ചിരിയായിരുന്നില്ല, അത് സന്തോഷവും സ്നേഹവും മനസ്സിലാക്കലും നിറഞ്ഞ ചിരിയായിരുന്നു. തണൽപ്പാടം കണ്ട ഏറ്റവും മനോഹരമായ കാഴ്ചയായിരുന്നു അത്. രോഹൻ തിരികെ നടന്നു. ക്യാമറ ബാഗ് ലീലയുടെ അരികിൽ, ചെടികൾക്കിടയിൽ. അന്നവൻ പോകുമ്പോൾ തോളിൽ ഭാരമുള്ള ബാഗോ നെഞ്ചിൽ ഭാരമുള്ള ലക്ഷ്യബോധമോ ഇല്ലായിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. രോഹൻ ഇപ്പോൾ ഒരു പ്രശസ്ത ഫോട്ടോഗ്രാഫർ അല്ല, അവനൊരു ആർക്കിടെക്റ്റായി ജോലി ചെയ്യുന്നു. തൻ്റെ ഡിസൈനുകളിൽ മണ്ണിൻ്റെയും പ്രകൃതിയുടെയും ലളിതമായ ആശയങ്ങൾ ചേർക്കുന്നു. തൻ്റെ വീടിൻ്റെ ബാൽക്കണിയിൽ പലതരം ചെടികളുണ്ട്. എല്ലാം ഒന്നിച്ച് അടുക്കം ചിട്ടയുമില്ലാതെ സന്തോഷത്തോടെ വളരുന്നു. ക്യാമറ ഇപ്പോഴും അവൻ്റെ പക്കലുണ്ടെങ്കിലും രോഹൻ ഇന്ന് ലോകത്തെ കാണുന്നത് ലെൻസിലൂടെയല്ല. അവൻ ഇന്നും ഒരു പ്രത്യേക ചിരി നെഞ്ചിൽ സൂക്ഷിക്കുന്നു. അത് ലീലയുടെ ചിരിയാണ്, തണൽപ്പാടം അവന് നൽകിയ ഏറ്റവും വലിയ ക്ലിക്ക്. സാധാരണത്തിൽ അത്ഭുതം കണ്ടെത്തുന്ന, സ്നേഹം കൊണ്ട് മാത്രം നിറച്ച ആ ചിരി. അവൻ അറിയുന്നു അവൻ എന്നും അവളോടൊപ്പം ഉണ്ടെന്ന്, അവൻ്റെ ക്യാമറയിൽ ഒരു ചിത്രമായിട്ടല്ല, അവൻ്റെ ഹൃദയത്തിൽ ലീലയുടെ ചിരിയായിട്ട്.